ഇന്നത്തേത് ഒരു എക്സൽ ചാലഞ്ചാണ്. ചാലഞ്ച് എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് ഡേറ്റയും ആ ഡേറ്റ ഉപയോഗിച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടുന്ന കുറച്ച് ടാസ്കുകളും ഉണ്ട്. ഒരൊറ്റ ഫോമുല ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരൊറ്റ ടൂൾ ഉപയോഗിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ടാസ്കുകളല്ലിവ. നേരെ മറിച്ച് ഇതിന് മുമ്പത്തെ പല വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ചില ഫോമുലകളും ചില ടൂളുകളും ഉപയോഗിച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വേണം ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ. ഇനി ഞാൻ ഈ പറഞ്ഞ ഡേറ്റയും കംപ്ലീറ്റ് ചെയ്യേണ്ടുന്ന ടാസ്കുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കമ്പനിയിൽ 3 ദിവസമായിട്ട് നടന്നൊരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്ത എംപ്ലോയീസിൻ്റെ അറ്റൻഡൻസ് ഡീറ്റെയിൽസ് ആണ് ഈ 3 ഷീറ്റുകളിലായിട്ടുള്ളത്. തിങ്കളാഴ്ച ദിവസത്തെ അറ്റൻഡൻസ്, ചൊവ്വാഴ്ച ദിവസത്തേത്, വെള്ളിയാഴ്ചത്തേത്. ഇനി ഈ 3 ദിവസത്തെയും അറ്റൻഡൻസ് ഡീറ്റെയിൽസ് ഉപയോഗിച്ച് 3 ടാസ്കുകളാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ആദ്യത്തെ ടാസ്ക്, എല്ലാ എംപ്ലോയീസിൻ്റെയും പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മാസ്റ്റർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. 2, ഈ മാസ്റ്റർ ലിസ്റ്റിലുള്ള ഓരോ എംപ്ലോയിയും ഏതൊക്കെ ദിവസത്തെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തുക. 3 ദിവസത്തെയും ക്ലാസ്സുകളിൽ, അതായത് തിങ്കളാഴ്ചത്തെയും ചൊവ്വാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തെയും ക്ലാസ്സുകളിൽ പങ്കെടുത്ത എംപ്ലോയീസിൻ്റെ പേരുകൾ ഹൈലൈറ്റ് ചെയ്യുക. സോ ഒന്നാമത്തെ ടാസ്ക്, എല്ലാ എംപ്ലോയീസിൻ്റെയും പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മാസ്റ്റർ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത് ഞാൻ പുതിയൊരു വർക്ക് ഷീറ്റ് ആഡ് ചെയ്യുന്നു. ഈ വർക്ക് ഷീറ്റിനെ എൻഡ് പോർഷനിലേക്ക് മൂവ് ചെയ്യാണ്. ഇനി തിങ്കളാഴ്ച ദിവസത്തെ അറ്റൻഡൻസ്, എംപ്ലോയീസിൻ്റെ പേരുകൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, കോപ്പി ചെയ്ത ഡേറ്റ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. ഈ കോളത്തിൻ്റെ വിഡ്ത്ത് കൂട്ടുകയാണ്. വർക്ക് ഷീറ്റിൻ്റെ സൂം ലെവൽ കൂട്ടുന്നു. ഇനി ചൊവ്വാഴ്ച ദിവസത്തെ അറ്റൻഡൻസ്, എംപ്ലോയീസിൻ്റെ പേരുകൾ വളരെ പെട്ടെന്ന് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാനായിട്ട് പേരുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. നോക്കുക, എല്ലാ പേരുകളും സെലക്ട് ചെയ്യപ്പെട്ടു. സെലക്ട് ചെയ്ത ഡേറ്റ കോപ്പി ചെയ്യാനായിട്ട് കൺട്രോൾ സി. കോപ്പി ചെയ്ത ഡേറ്റ ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ വി. വെള്ളിയാഴ്ച ദിവസത്തെ അറ്റൻഡൻസ്, കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ, കൺട്രോൾ സി, കൺട്രോൾ വി. നോക്കുക, 3 ദിവസത്തെയും ക്ലാസ്സുകളിൽ പങ്കെടുത്ത എംപ്ലോയീസിൻ്റെ പേരുകൾ നമുക്കിവിടെ കിട്ടി. ഇനി പേരുകളിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്യാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ, എല്ലാ പേരുകളും സെലക്ട് ചെയ്യപ്പെട്ടു. ഡേറ്റ ടാബിൽ പോവുക, റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ്. ഓക്കെ, 34 ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഫൗണ്ട് ആൻഡ് റിമൂവ്ഡ്, 28 യൂണിക് വാല്യൂസ് റിമെയിൻ. ഓക്കെ. ഇനി എംപ്ലോയി നെയിംസ് കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിനൊരു പേര് കൊടുക്കുന്നു. എംപ്ലോയി നെയിം. 3 ദിവസത്തെയും അറ്റൻഡൻസ് ഡീറ്റെയിൽസ് കണ്ടെത്തുന്നതിന് മുന്നായിട്ട് ഈ 3 കോളങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേരുകൾ കൊടുക്കുകയാണ്. മൺഡേ, ട്യൂസ്ഡേ, ഫ്രൈഡേ. ഇനി ഈ ടേബിളിന് ബോർഡേഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് കൺട്രോൾ എ, ഹോം ടാബിൽ ഓൾ ബോർഡേഴ്സ്. കോളം ഹെഡേഴ്സിനെ ബോൾഡ് ആക്കുന്നു. കൺട്രോൾ ബി. സെൽ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നു. ഇനി തിങ്കളാഴ്ച ദിവസത്തെ അറ്റൻഡൻസ് കണ്ടെത്താനായിട്ട് ഈക്വൽ കൗണ്ട് ഇഫ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കൗണ്ട് ഇഫ് ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് റേഞ്ച്. തിങ്കളാഴ്ച ദിവസത്തെ അറ്റൻഡൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഷീറ്റിൽ ക്ലിക്ക് ചെയ്യുക. എംപ്ലോയി നെയിംസ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഇനി സെൽ റെഫറൻസുകളെ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റാനായിട്ട് F4. നോക്കുക, സെൽ റെഫറൻസുകൾ അബ്സല്യൂട്ട് റെഫറൻസ് ആയിട്ട് മാറി. കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ക്രൈറ്റീരിയ, എംപ്ലോയി നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക. എൻ്റർ. ഫോമുല 1 എന്ന സംഖ്യ റിട്ടേൺ ചെയ്തു. അതിനർത്ഥം ഈ കാണുന്ന എംപ്ലോയി തിങ്കളാഴ്ച ദിവസത്തെ ക്ലാസ്സിന് പങ്കെടുത്തു എന്നുള്ളതാണ്. ഇനി ഈ സെല്ലിലെ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാം. ഈ കാണുന്ന ആളുകൾ തിങ്കളാഴ്ച ദിവസത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ 0 എന്ന വാല്യൂ വന്നത്. ഇനി ചൊവ്വാഴ്ച ദിവസത്തെ അറ്റൻഡൻസ് ഈക്വൽ കൗണ്ട് ഇഫ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക.
ചൊവ്വാഴ്ച ദിവസത്തെ അറ്റൻഡൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഷീറ്റിൽ ക്ലിക്ക് ചെയ്യുക. എംപ്ലോയി നെയിംസ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. F4, എംപ്ലോയി നെയിം കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക. എൻ്റർ. ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് എക്സൽ ഫിൽ ഹാൻഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. വീണ്ടും വെള്ളിയാഴ്ചത്തെ അറ്റൻഡൻസ് ഈക്വൽ കൗണ്ട് ഇഫ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. F4, എംപ്ലോയി നെയിം, എൻ്റർ. നോക്കുക, 3 ദിവസങ്ങളിലെ അറ്റൻഡൻസ് നമുക്കിവിടെ കിട്ടി. ഇനി ഈ 3 ദിവസത്തെയും ക്ലാസ്സുകളിൽ പങ്കെടുത്ത എംപ്ലോയീസിൻ്റെ പേരുകൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ ടേബിളിലെ കോളം ഹെഡേഴ്സ് ഒഴിച്ചുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഹോം ടാബിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ന്യൂ റൂൾ, യൂസ് എ ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ്. ഈ ഇൻപുട്ട് ബോക്സിൽ ഈക്വൽ സം ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ ഫോർമുല എഴുതിയ സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഇനി ഈ സെൽ റെഫറൻസുകളിലെ 3 എന്ന റോ ഇൻഡെക്സിന് മുന്നിലുള്ള ഡോളർ സൈൻ റിമൂവ് ചെയ്യാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഈക്വൽ 3. അതായത് ഈ 3 സെല്ലുകളുള്ള വാല്യൂസിൻ്റെ സം 3 ആണെങ്കിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഫോമാറ്റിൽ ഈ വരി ഹൈലൈറ്റ് ചെയ്യപ്പെടും. സോ 3 ദിവസത്തെയും ക്ലാസ്സുകളിൽ പങ്കെടുത്ത എംപ്ലോയീസിൻ്റെ പേരുകൾ ലൈറ്റ് ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഫോമാറ്റ്, ഫിൽ, ലൈറ്റ് ഗ്രീൻ കളർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു തവണ കൂടി ഓക്കെ. നോക്കുക, 3 ദിവസത്തെയും ക്ലാസ്സുകളിൽ പങ്കെടുത്ത എംപ്ലോയീസിൻ്റെ പേരുകൾ ലൈറ്റ് ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ഈ വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വർക്ക് ബുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വർക്ക് ബുക്ക് ഡൗൺലോഡ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത്തരം എക്സൽ ചാലഞ്ചസിനെ പറ്റിയ ഐഡിയാസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് കോമെൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. മറ്റൊരു എക്സൽ ചാലഞ്ചുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.